അങ്ങനെ മറ്റൊരു പ്രൊമോ വന്നിരിക്കുകയാണ്. അനീഷിനെയും ഷാനവാസിനെയും കഴിഞ്ഞതിന് ശേഷം ആദില, നൂറ, അനുമോളുടെയാണ് അടുത്ത ഊഴം. മൈക്ക് കഴിച്ച് ഡ്രസ്സിംഗ് റൂമിൽ നിന്നും സംസാരിക്കുന്നതിനെ കുറിച്ചാണ് ലാലേട്ടൻ ആദില, നൂറ അനുവിനോട് ചോദിക്കുന്നത്. അനുവിനോട് പതിവ് പോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇടതൊന്നും നോക്കും, പിന്നെ വലതൊന്നും നോക്കും, താനാണോ എന്നുള്ളത് പോലെ ഒരു കളിയൊക്കെ ഉണ്ട്. അത് തന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. 3 പേരും കൂടി ഒന്നിച്ച് ഡ്രസ്സിംഗ് റൂമിൽ പോയി മൈക്ക് കഴിച്ചിട്ട് എന്തിനാ ഈ സംസാരിക്കുന്നതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. പിന്നെ 3 പേരും ഒന്നിച്ചിട്ട് എന്തിനാ ഈ ഡ്രസ്സിംഗ് റൂമിൽ കയറുന്നതെന്നും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ സീക്രട്ട് ടാസ്കിന്റെ സമയത്ത് തന്നെ ഇവര് ഡ്രസ്സിംഗ് റൂമിൽ മൈക്ക് കഴിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. മുൻപ് ചെയ്തിട്ടുണ്ടെന്ന് അനു പറയുന്നു. അപ്പോൾ ലാലേട്ടൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഈ ആഴ്ച നിങ്ങൾ ചെയ്തിട്ട് വാർണിംഗും കിട്ടിയിട്ടില്ലേ എന്നുള്ളത്. അങ്ങനെ പരസ്പരം ചോദിച്ച് ഉരുളുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും പിന്നീട് അവർ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ തിരിച്ചു പറയുന്നു, അങ്ങനെ ചെയ്യരുത് എന്ന് തന്നെ താക്കീതോടുകൂടി തന്നെ പറയുന്നുണ്ട്. എന്ത് തന്നെയായാലും ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം. ഈ വീക്കെൻഡ് എപ്പിസോഡിൽ അത്യാവശ്യം കുറച്ച് പേർക്ക് വയറു നിറച്ചും കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാ ഇടയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടി നടക്കുന്ന എപ്പിസോഡാണ് ഇന്ന് എവിക്ഷൻ. അതിന്റെ പ്രൊമോ ഇറങ്ങിയിരുന്നു. എല്ലാവരും ആകാംക്ഷയോടുകൂടി ആരാണ് എവിക്റ്റഡ് ആവുന്നതെന്ന് നോക്കി നിൽക്കുന്നുണ്ട് പ്രൊമോയിൽ. അതുപോലെ തന്നെ ഇന്ന് ഒരാളാണോ 2 ആളാണോ എവിക്റ്റഡ് ആവുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.